നാദാപുരം അസ്ലം വധക്കേസ് വീണ്ടും അന്വേഷിക്കാൻ പോലീസ് അന്വേഷണ സംഘം അസ്ലമിന്റെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPIM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാതാവ് പരാതി നൽകിയിരുന്നു. 2016 ഓഗസ്റ്റിലാണ് അസ്ലമിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തൂണേരിയിലെ DYFI പ്രവർത്തകൻ ഷിബിൻ വധക്കേസിൽ പ്രതിയായിരുന്ന അസ്ലമിനെ കോടതി വെറുതെ വിടുകയായിരുന്നു. കേസിൽ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് അസ്ലമിനെ കൊലപ്പെടുത്തിയത്. ശരത് SS വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശരത്, അപ്പോൾ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷിബിൻ വധക്കേസിനുള്ള ഒരു പ്രതികാരം, ഒരു പകരം വീട്ടൽ എന്നുള്ള തരത്തിലാണ് ഈ അസ്ലം കൊലക്കേസിനെ നമ്മളെല്ലാവരും കണ്ടത്. അതിൽ CPIMന്റെ നേതാക്കളൊക്കെ പിടിയിലായിരുന്നു, പ്രവർത്തകർ പിടിയിലായിരുന്നു. പക്ഷേ കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പങ്ക് കുടുംബം സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും അന്വേഷണം? ശരത്. ഷിയാസ്, 2016 യൂത്ത് ലീഗ് പ്രവർത്തകൻ അസ്ലം കൊല്ലപ്പെടുന്നത്. പിന്നീട് കേസിൽ 16 പേരെ പ്രതിയാക്കുകയും ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ കേസന്വേഷണത്തിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് നിർണായക നീക്കത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നത്. ഇന്നിപ്പോൾ ഈ കൊല്ലപ്പെട്ട അസ്ലമിന്റെ ഉമ്മയുടെ മൊഴി DYSP രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ കുടുംബം ഇതിലൊരു ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ പ്രതികൾക്ക് പുറമെ ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ CPIMന്റെ മുതിർന്ന നേതാക്കൾക്ക് തന്നെ പങ്കുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം പ്രധാനമായും ആരോപിച്ച പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മുസ്ലിം ലീഗും സമാനമായ ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും പുതിയ സർക്കാർ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസന്വേഷണത്തിൽ മറ്റൊരു നീക്കം കൂടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അതിനിടയിലാണ് ഇപ്പോൾ ഉമ്മയുടെ പരാതി കൂടി കണക്കിലെടുത്തിപ്പോൾ DYSP വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത്. DGPയുടെ നിർദ്ദേശപ്രകാരം റൂറൽ SP അറിയിച്ചതിനെ തുടർന്നാണ് DYSP ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും 2016 അസ്ലം കൊല്ലപ്പെടുന്നത്. പിന്നീട് 16 പേരെ കേസിൽ ഉൾപ്പെടുത്തുകയും ഇവരെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അന്ന് കേസന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ മറ്റൊരു നീക്കം കൂടി നടക്കുന്നത്. ഷിബിൻ വധക്കേസിൽ പ്രതിയായിരുന്ന അസ്ലമിനെ പിന്നീട് കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം പുറത്തിറങ്ങിയ സമയത്താണ് അസ്ലമിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്തത്. സംഭവത്തിൽ CPIMന് പങ്കുണ്ട്, മുതിർന്ന നേതാക്കൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നത്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്.